നമസ്കാരം. ഹരിതം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ പുതിയ ആൾക്കാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ഇതെൻ്റെ ടെറസിൻ്റെ മുകളിലെ മിളക് കൃഷിയാണ്. മുളക് കൃഷി വെച്ചാൽ ഒരു 10-30 ഗ്രോ ബാഗിലാണ് ഞാൻ മുളക് വെച്ചിരിക്കുന്നത്. ഇപ്രാവശ്യം വെച്ചത് ഞാനൊരു എന്നും ചെയ്യുന്നതിൽ നിന്നും മാറ്റം വരുത്തിയിട്ടാണ് മണ്ണും അതിലേക്ക് ചേർത്ത വളങ്ങളും ഉപയോഗിച്ചത്. അതിൻ്റെ ഒരു നല്ല ഗുണം എനിക്ക് കിട്ടി. കേട്ടോ, കൂർക്ക നന്നായി വളർന്നിട്ടുണ്ട്, അതുപോലെ മുളക് നന്നായി വളർന്നിട്ടുണ്ട്. വഴുതനങ്ങ ഞങ്ങൾ നന്നായിട്ട് കുറച്ചധികം തന്നെ വഴുതനങ്ങ ഞങ്ങൾക്ക് ലഭിച്ചു ഈ രീതിയിൽ ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ചപ്പോൾ. അപ്പോൾ അത് ഞാൻ ചെയ്തത് നമ്മുടെ ചാനലിലൊന്ന് കാണിക്കുക, അത് താല്പര്യമുള്ളവർ അതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ്. ആദ്യം മണ്ണ് ഞാൻ കുമ്മായം ചേർത്തിട്ട് ഒരു 15 ദിവസം നന്നായി വെയിൽ കൊള്ളിച്ചു. അതിനുശേഷം അതിലേക്ക് ചകിരിച്ചോറ് ഒരു കപ്പ്, 3 കപ്പ് മണ്ണെടുക്കുമ്പോൾ 1 കപ്പ് ചകിരിച്ചോറുമായിട്ട് ആ മണ്ണ് ഞാൻ നന്നായി മിക്സ് ചെയ്തു. അതിനുശേഷം അതിലേക്ക് ചാണകപ്പൊടി, അതുപോലെ കുമ്മായം ഒരു സ്വല്പം കൂടിയും ചേർത്തു. പിന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയും ഒക്കെ കൂടിയിട്ട് അതിൽ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തു. മിക്സ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ആ കുമ്മായം ഒരു സ്വല്പം കൂടിയും അതിൻ്റെ മുകളിൽ വിതറിയെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഈ വേപ്പിൻ പിണ്ണാക്കും അതുപോലെ കുമ്മായും അതുപോലെ നമ്മുടെ എല്ലുപൊടിയൊക്കെ ഇടുന്നത് ചെടികൾക്ക് നല്ല വളർച്ചയ്ക്കും അവയുടെ വേരിന് നല്ല രീതിയിൽ പരന്ന് അതിൽ മണ്ണിലെ വളങ്ങൾ വലിച്ചെടുക്കാനുമുള്ള ഒരു ഇതുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ അത് ആദ്യം മിക്സ് ചെയ്ത് നമ്മുടെ നടിയിൽ മിശ്രിതം തയ്യാറായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്രോ ബാഗ് എടുക്കുകയാണ്. ഞാൻ എപ്പോഴും ഗ്രോ ബാഗ് മേടിക്കുമ്പോൾ ഇങ്ങനെ 1 കിലോൻ്റെ പാക്കറ്റാണ് മേടിക്കാറ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് കിലോനൊരു 170 രൂപ റേഞ്ചിൽ നമുക്കിത് കിട്ടും. അപ്പോൾ നമുക്കൊരു 20 രൂപയിലും 19 രൂപ 20 രൂപയുടെ ഇടയിൽ വില വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഗ്രോ ബാഗ് 5-6 അങ്ങനത്തെ ഒരു കണക്കിൽ മേടിക്കാതെ 1 കിലോ മേടിക്കുക. ഇനി നമുക്കിതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം മണ്ണ് അടിയിൽ നിറച്ചതിന് ശേഷം അതിലേക്ക് ചകിരിയുടെ ഉൾഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ആ ചകിരിച്ചോറിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം, പിന്നെ അതിലേക്ക് കുറച്ച് ന്യൂസ് പേപ്പർ മുറിച്ചിടുന്നുണ്ട്. അതിന് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നിൽക്കും എന്നാണ് പറയണത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് പരീക്ഷിക്കുന്നത്. അതിന് ശേഷം അതിലേക്ക് ഉണക്ക ഇലകളാണ് ഇടുന്നത്. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് കിട്ടുന്ന പെട്ടെന്ന് മണ്ണിൽ അലിഞ്ഞു പോകുന്നത്, ഓലയൊന്നും പറ്റില്ല, അല്ലാത്ത ഇലകൾ ഉണങ്ങിയത്. ഞാൻ ചെമ്പരത്തിയുടെയും നമ്മുടെ വീട്ടിലെ തോട്ടത്തിൽ കിട്ടുന്ന ഇലകളൊക്കെ ഉണക്കിയിട്ടാണ് ഇതിലിട്ടിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും അതിലേക്ക് മണ്ണ് നിറയ്ക്കുന്നു. മണ്ണ് നിറച്ചതിന് ശേഷം ഒരു ലെയറും കൂടി നമ്മൾ കരിയില ഇടുന്നുണ്ട്. ഈ കരിയില ഇടുമ്പോൾ നമ്മളുടെ ചെടികൾക്കൊക്കെ നല്ല കരുത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള മുളകിനൊക്കെ നല്ല പച്ചപ്പ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതൊക്കെ ചെയ്തത് കാരണമാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കൂ. പിന്നെ ഗ്രോ ബാഗ് മുഴുവൻ നിറയ്ക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു 1/4 ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം.
അതിനുശേഷം നമുക്ക് തൈ വയ്ക്കാനുള്ള കുഴി രൂപാന്തരപ്പെടുത്താം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഇതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് അതിൽ മണ്ണ് അതേപോലെ മിശ്രിതം നിറയ്ക്കുമ്പോൾ വീണ്ടും ഈ പച്ചക്കറികളുടെ വേര് അതിലേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ചെടികൾക്ക് ആയുസ്സും കൂടുതലുണ്ടാവും. ചെമ്പരത്തി ഒഴിച്ച് മറ്റുള്ള എല്ലാ ചെടികൾക്കും മുകളിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ചെമ്പരത്തിക്ക് അത് നല്ലതായിട്ട് എനിക്ക് തോന്നണില്ല. അപ്പം ഞാൻ ചെമ്പരത്തിക്ക് മണ്ണ് മുഴുവൻ കളയുക ചെയ്യാറ്. പക്ഷെ ഈ പച്ചക്കറി മുഴുവൻ നമുക്ക് വീണ്ടും മണ്ണ് അതിലേക്ക് ആഡ് ചെയ്യണോണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ നമ്മുടെ തയ്യ ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഒരാഴ്ച നമ്മളിവനെ തണലത്ത് വയ്ക്കും. അതിനുശേഷം ഞാൻ ടെറസിൻ്റെ മുകളിലാണ് പച്ചക്കറി വെച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ അവനെ ടെറസിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അവിടെ വയ്ക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.